പറഞ്ഞില്ല, ആരോ പണി വെച്ചതാടാ, ഞാൻ കണ്ടായിരുന്നു. ഒരുത്ത ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. ഒരു ചിന്താഗതിയുടെ പ്രശ്നമാണ്. ആണോ? 100 മൈൽ സ്പീഡ് വരുന്ന പിക്ക് എടുക്കാനാണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. 100 മൈലിലോ? അത് തന്നെ ഞങ്ങൾ സംസാരിച്ചു. നിക്ക് ചോദിക്കട്ടെ ചേട്ടാ. ഞങ്ങൾ 20 കിലോമീറ്റർ, അതാണ്ട് ക്യാമറയിലുണ്ട്, 20 കിലോമീറ്റർ സ്പീഡിലാണ് വന്നേ. 20 കിലോ അത് ആക്റ്റീവ് പോകുന്നതിനെക്കാട്ടും പതുക്കെ ഞങ്ങൾ പോയത്. ഇല്ല, എല്ലാവരുടെയും പേര് പറഞ്ഞാൽ നമ്മളിവിടെ മാന്യമായിട്ട് തന്നെ പോകുന്നത്. ചേട്ടാ മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മളെല്ലാവരെയും കൂടെ കുറ്റം പറയില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരാൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കള്ളന്മാരാക്കാൻ പറ്റത്തില്ല ചേട്ടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ്. സോ ഇന്നൊരു റാൻഡം വ്ളോഗാണ്. ഇപ്പോൾ ഞാനൊരു ഫോട്ടോഷൂട്ടും കാര്യമായിട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യമൊക്കെ ആയിട്ട് ഇറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടുള്ള നമ്മുടെ യൂഷ്വൽ സാധാ ഒരു ഡെയിലി വ്ളോഗാണ്. ചാനൽ പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നോക്കാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എഴുതുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അത് അവിടെ പോയല്ലോ. ഇതിലും നല്ല ഞാൻ നിങ്ങളെടുക്കാൻ പറഞ്ഞു. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി ഒരു സംഭവം നടക്കുന്നില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. മിക്കവാറും ഇന്ന് രാത്രിയായിരിക്കും ഫോട്ടോ എടുക്കുക. അവർക്ക് ശരിക്കും പറഞ്ഞാൽ വഴി തെറ്റുന്നതാണ്. ഞാൻ ഗൂഗിൾ മാപ്പ് അയച്ചു കൊടുത്തിട്ട് മൊത്തവും തെറ്റാണെന്നാണ് അത് വരുന്നത്. ഇനി അവരുടെ മാപ്പിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ ഗൂഗിൾ മാപ്പ് അങ്ങനെ തെറ്റിയതാണ് ഞാൻ. എവിടെയോ നിൽക്കുമെന്നാണ് പറഞ്ഞത്. ഈ റൂട്ട് സോ ഗൈസ്, ഞങ്ങൾ വഴികൾ ഇങ്ങനെ ലൊക്കേഷൻസ് മാറ്റിക്കൊണ്ടിരിക്കുക. പുള്ളി ഞെട്ടിയ ഞാൻ പതുക്കെയാ പോകുന്നത്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ പറയും ഞാനെന്തോ വലിയ റേസിംഗ് ആന്നൊക്കെ. എന്തോ ആൾക്കാരുടെ ഒരു ചിന്താഗതിയുടെ പ്രശ്നം. പുള്ളി കാണിച്ചോട്ടോ, അതിരാ അത്രേ സ്ഥലമുണ്ട്, എന്നിട്ട് കാണിക്കും മാറിയിക്കാൻ. ഞാനെന്തോ കൊല്ലാൻ വരുന്നു ഇവരെ. ഇതൊക്കെ എനിക്ക് മനസ്സിലാവാത്ത. ഇതാ ആൾക്കാരുടെ പ്രശ്നം. നമ്മള് വരുമ്പോഴേ അങ്ങോട്ടൊക്കെ മാറിയിക്കാൻ, പുള്ളി അവിടുന്ന് മാറി എന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? എന്നാ പിന്നെ റോഡിലേ ഇറങ്ങല്ലേ. ഞാൻ വരുമ്പോ മൊത്തത്തിൽ വണ്ടിയെല്ലാം മാറി തരണം. ഞങ്ങള് നേരത്തെ 2-3 സ്ഥലമുണ്ട്, അവിടെ ഇരുട്ടായി. അതാ പിന്നെ ഇങ്ങോട്ട് വന്നു. എല്ലായിടത്തും ഇനി ഇരുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് മൂടിയോ ഫോഗായോ എന്തോ ചെയ്യാനാ. നീ ഇതിനെല്ലാം കാരണം. സോ ഫോട്ടോഷൂട്ടും കാര്യമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയാവും, അതാണ് പ്രശ്നം. തിരിച്ച് ഞാൻ പറഞ്ഞില്ല, ആരോ പണി വെച്ചതാടാ, ഞാൻ കണ്ടായിരുന്നു.
ഒരുത്ത ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പിന്നെ ആരും വരുത്തൊന്നുമില്ല. ഒരാൾ ബാക്കിൽ നോക്കിയത് കണ്ടു. അങ്ങേര് അവിടുന്ന് റിവേഴ്സ് എടുക്കുന്നത് മഴ പിടിച്ചേനെ. അവിടെ നിന്നിരുന്ന അവന്മാര് പോട്ടെ എന്നിട്ട് വണ്ടി എടുത്താൽ മതി എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റാർട്ടാക്കാതെ നിങ്ങൾ കേറുന്ന തെറുതി പിടിച്ച് കേറുന്ന കാണുമ്പോഴേ. പക്ഷെ പുറകേന്ന് വന്നോണ്ട് അവന്മാര് നേരെ വന്ന് നമ്മുടെ സൈഡിൽ കൂടെ കയറി വന്ന് എടുക്കാൻ പറ്റും. പോയതാ പിന്നെ അവന്മാർക്ക് ചവിട്ടാൻ ഒരു ബോധം തോന്നി. എന്തോ ഉൾവിളി തോന്നിയത്. അവിടെ അത്രയും പിള്ളേർ കളിക്കുന്ന കണ്ടിട്ട് അന്ന് ഒന്നും വേണ്ടിയില്ല. അവന്മാര് ഗ്രൗണ്ട് ഉന്നാക്കി വന്നയാ. ഗ്രൗണ്ടില് പിള്ളേരെ തൂക്കാൻ വന്നയാ. അങ്ങനെ പിള്ളേരെ പിടിക്കത്തില്ലല്ലോ. മാസ്ക് വെച്ചിട്ടില്ല പിടിക്കും. ഉണ്ടോ? ഇല്ല മാസ്ക് വെച്ചിട്ട് കളിക്കണം. എടാ ഇവിടെ മൊത്തം കാടായില്ലേ? ഇത്ര ഒന്നും ഇല്ലായിരുന്നു. ഇവിടുന്ന് പോലീസ് എന്താ, പക്ഷെ നമുക്ക് ഓടാൻ സ്ഥലമില്ലല്ലേ? നേരെ വിട്ടേതിലും വീട്ടിൽ ഇല്ലില്ല അവര് പറയും. സോ ഗൈസ്, നമ്മൾ ഒരു ലാസ്റ്റ് ഷോട്ടും കൊണ്ട് എടുക്കാനാണ്. ഇത് ലൈറ്റെല്ലാം പോയി. വളരെ സ്ലോയിൽ പോകാനാണ് പറഞ്ഞേക്കുന്നത്. ഇല്ലില്ല, കോർണറൊന്നും കിട്ടത്തില്ല. ആ കുഴപ്പമില്ല, ഇത് മതി. ഇനി ഇവിടെ കിടന്നത് ആണോ? 100 മൈൽ സ്പീഡ് വരുന്ന പിക്ക് എടുക്കാനാണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. 100 മൈലിലോ? അത് തന്നെ ഞങ്ങൾ സംസാരിച്ചു. നിക്ക് ചോദിക്കട്ടെ. അല്ല ചേട്ടാ, ഞങ്ങൾ 20 കിലോമീറ്റർ, അതാണ്ട് ക്യാമറയിലുണ്ട്, 20 കിലോമീറ്റർ സ്പീഡിലാണ് വന്നേ. 20 കിലോമീറ്റർ. എന്റെ ചേട്ടാ സൗണ്ട് മാത്രമല്ല, ആ വണ്ടി അങ്ങനെ ഇറങ്ങുന്നേ. വേണേ 20 കിലോമീറ്റർ. ഇതാണ്ട ക്യാമറ ഉണ്ട്, ചേട്ടന് തെളിവ് കാണിച്ചാ പോരെ? ഞങ്ങളും ഈ നാട്ടുകാരാ, ഇവിടെ തെളിവ് കാണിച്ചാ പോരെ? എന്റെ പൊന്നു ചേട്ടാ, പെതുക്കിയാ പോകുന്നത്. ഇവിടെ ഒരു സാധാ ആക്റ്റീവ് പോകുന്നതിനെക്കാട്ടും പെതുക്കിയാ ഞങ്ങൾ പോയത്. ഇല്ല, എല്ലാവരുടെയും പേര് പറഞ്ഞാൽ നമ്മളിവിടെ മാന്യമായിട്ട് തന്നെ പോകുന്നത്. അവര് കാണിക്കാം, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വണ്ടി എടുക്കുന്നതിനാ. നമ്മൾ ഇതുവരെ ഇവിടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ പോവാം. ചേട്ടന് ബുദ്ധിമുട്ടാണ്, ഇപ്പൊ പോവാം. ഓക്കെ ഓക്കെ, ചേട്ടന് ബുദ്ധിമുട്ടുണ്ടല്ലോ. ചേട്ടാ ഞങ്ങൾ ഇതാണ്ടേ, ഇല്ല ഈ വണ്ടി ആയിരിക്കത്തില്ല. ആ അതാ വേറെ. എന്റെ ചേട്ടാ ഇവിടെ ഇഷ്ടംപോലെ ആക്സിഡൻസ് ഉണ്ട്. അല്ല ചേട്ടനോട് അതാ ഞാൻ റെസ്പെക്ട്, അല്ല ചേട്ടനോട് ഞാൻ മാന്യമായിട്ട് തന്നെയല്ലേ സംസാരിച്ചു. ഞാൻ അല്ല ദേഷ്യപ്പെട്ടു, ഒന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ചേട്ടാ, മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മളെല്ലാവരെയും കൂടെ കുറ്റം പറയില്ല, അത്രേ ഉള്ളൂ. ഇല്ല, അത് ഈ വണ്ടിയല്ല, പല വണ്ടികൾ. അതാ ചേട്ടാ മനസ്സിലായി.
പലപ്പോഴും ആക്സിഡന്റ് നടന്നിട്ടുള്ള സ്ഥലമായി. അതെ മനസ്സിലായി അതുകൊണ്ട് മാത്രമേ പറഞ്ഞോളൂ, അല്ല നമ്മൾ പറയത്തില്ല. കാരണം എല്ലാരും നമ്മൾ ജനറലൈസ് ചെയ്യും. ഇപ്പൊ ഒരാൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാരും കള്ളന്മാരാക്കാൻ പറ്റത്തില്ല ചേട്ടാ. ഇവിടെ എനിക്കറിയാം, ഞാൻ ഈ നാട്ടുകാരൻ തന്നെ, നമുക്കറിയാം ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ. ഇല്ലില്ല, അതാരുമായിട്ടും ഇല്ല ശത്രുത. പ്രായമേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്നുള്ള. ഇല്ല, നമ്മളിപ്പോ പതുക്കെ പോയോണ്ടാ പറഞ്ഞ, അല്ല ഞാൻ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തല്ലേ ഉള്ളൂ, ഞങ്ങൾ ന്യായീകരിക്കത്തില്ലല്ലോ. എന്തോ സ്പീഡിലാ ഓരോ പിള്ളേർ. മനസ്സിലായി. ഇപ്പൊ തന്നെ ആക്സിഡന്റ് ആയതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. മിക്കവാറും പോകുന്നുണ്ടോ വണ്ടി? ഏത് വണ്ടിയാന്ന് നോക്കാൻ പോലും പറ്റില്ല, നമ്പർ പോലും കിട്ടത്തില്ല. ചേട്ടാ അത് പറഞ്ഞതേ ഉള്ളൂ ചേട്ടാ, വേറെ ഒന്നുമില്ല. ഓക്കെ. സോ ഗൈസ്, നാട്ടുകാർ ചെറിയ കലിപ്പായി. ഇതാണ് ഇവിടെ പ്രശ്നം. ബാക്കിയുള്ളവർ ചെയ്യുന്നതിനൊക്കെ നമുക്കാണ് കിട്ടുന്നത്. സോ ഗൈസ്, മറ്റുള്ളവർ ചെയ്യുന്നതിനൊക്കെ എല്ലാ ബൈക്കേഴ്സുമാണ് അനുഭവിക്കുന്നത്. സോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെത്ര സേഫായിട്ട് ഓടിച്ചെന്ന് പറഞ്ഞാലും, ഞാൻ ആ പുള്ളിക്കാരനോട് നമ്മുടെ അടുത്ത് ആദ്യം ചൂടായിട്ടാണ്. ഞാൻ പിന്നെ വന്ന് കാര്യം പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ കണ്ട ക്യാമറയിലെല്ലാം എടുത്തിട്ടുണ്ട്, നമുക്ക് തെളിവില്ലാതൊന്നുമല്ല നമ്മൾ ചെയ്തത്. നമ്മുടെ അടുത്ത് നാട്ടുകാർ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞത്. കാരണം നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്കൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ 20 കിലോമീറ്ററിനാന്ന് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനകത്തുണ്ട് 20, മാക്സിമം 40 അല്ലെ 50, 60. ഇപ്പോൾ ഇത് 60 പോയാൽ തന്നെ ഇവർ പറയും ഞാൻ 200 പോകുന്നതെന്നാണ് പറയുന്നത്. സോ അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ഈ ഒരുപാട് ആൾക്കാർ ചെയ്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് റൈഡ് ചെയ്യുക, പിന്നെ റൂൾസ് നോക്കുക, എല്ലാം നോക്കുക. സോ പുതിയൊരു വീഡിയോ കാണുന്നവരെ, ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്.